അങ്ങനെ യുവഫ നേഷൻസ് ലീഗ് ഫൈനൽ ഫിക്ചേഴ്സ് റെഡിയായിരിക്കുകയാണ്. അത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച 12:30 പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും. ഒരു കിടിലം പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ ആൾക്കാർ ആനുകൂല്യം എന്ന് വെച്ചാൽ കളി വിജയിക്കാൻ സാധ്യതയുള്ളത് സ്പെയിൻ എന്നാണ്. പക്ഷെ നമുക്ക് കണ്ടറിയാം ആര് വിജയിക്കും എന്നുള്ളത്. കാരണം സ്പെയിൻ്റെ പ്രകടനം വെച്ചിട്ടാണ് പറയുന്നത് സ്പെയിൻ വിജയിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു ഒരു മികച്ച പോരാട്ടം രണ്ട് ടീമുകളും നടത്തുമെന്ന്. അപ്പം ഇന്ത്യൻ സമയം ജൂൺ 9 പുലർച്ചെ 12:30 മത്സരം. അപ്പോൾ നമുക്ക് നോക്കാൻ നേരത്താണെങ്കിൽ സെമി ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എത്തുന്നത്. 1-2 വിജയം. 2-1 ആദ്യമേ ഒരു ഗോളിന് പിറകെ പോയിട്ട് 2 ഗോൾ അടിച്ചുകൊണ്ട് തിരികെ വന്നതാണ്. അതിൽ കോൺസെഷാവോടെ ഒരു കിടിലം ഗോളും വന്നു 63-ാം മിനിറ്റിൽ. പിന്നെ 68-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളും കൂടി വന്നപ്പോൾ വിജയം ഉറപ്പിച്ചു പോർച്ചുഗൽ. അങ്ങനെ 2-1 പോർച്ചുഗൽ സെമി ഫൈനൽ വിജയിച്ചാണ് ഫൈനലിലേക്ക് എത്തിയത്. ഇന്നലെ നടന്ന മത്സരത്തിൽ സ്പെയിനും ഫ്രാൻസുമുള്ള മത്സരമായിരുന്നു. ഒരു വമ്പൻ പോരാട്ടമായിരുന്നു നടന്നത്. ആദ്യമേ നീക്കോ വില്യംസ് കളിയുടെ 23-ാം മിനിറ്റിൽ ഗോൾ നേടി. അതുപോലെ തന്നെ കളിയുടെ 26-ാം മിനിറ്റിൽ സ്പെയിൻ 2-0 മെറീനോയോടുകൂടെ വീണ്ടും ലീഡ് എടുത്തു. 2-0 മുന്നിൽ. കളിയുടെ 54-ാം മിനിറ്റിൽ യമാലിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ 3-0 സ്പെയിൻ മുന്നിട്ട് നിൽക്കുന്നു. അതിന് പെഡ്രിയുടെ ഗോളും കൂടെ വരുമ്പോൾ 55-ാം മിനിറ്റിൽ പെഡ്രിയും കൂടെ ഗോൾ അടിക്കുമ്പോൾ 4-0 മുന്നിൽ നിന്ന് കളിയുടെ 59-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ അത് 4-1 സ്കോർ ആവുകയായിരുന്നു. പിന്നെ കളിയുടെ 67-ാം മിനിറ്റിൽ യമാലിൻ്റെ വീണ്ടും ഒരു ഗോൾ വരുന്നു. അങ്ങനെ 5-1 ലീഡ് സ്പെയിനുണ്ടായിരുന്നു. പിന്നെ ചിക്രയുടെ ഒരു ഗോളും കൂടി 79-ാം മിനിറ്റ് വന്നപ്പോൾ കളി 5-2 അതുപോലെ തന്നെ വിവിയാൻ്റെ ഒരു ഓൺ ഗോൾ കളിയിൽ 87-ാം മിനിറ്റിൽ വന്നപ്പോൾ കളി 5-3 പിന്നെ 94 മിനിറ്റിൽ കോളോ മുവാനിയുടെ ഗോളും വന്നപ്പോൾ കളി 5-4. അതെ, 4 ഗോളിൽ മുന്നിട്ട് നിന്നിട്ട് തിരിച്ചു വന്ന ഫ്രാൻസ് നമ്മൾ കണ്ടെങ്കിൽ പോലും സ്പെയിൻ തന്നെയായിരുന്നു കളിയിൽ വിജയിച്ചത്. എന്തായാലും കിടിലം പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 9 ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 ഒരു കിടിലം പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്. അതെ, ക്രിസ്ത്യാനോ വേഴ്സസ് ലാമിൻ യമാൽ. കാത്തിരുന്ന് അറിയാം ആര് വിജയിക്കും, ആരാ കിരീടം കൊണ്ടുപോകും എന്നുള്ളത്.